റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലേബർ പാർട്ടിക്ക് പരീക്ഷണമായി ബ്രിട്ടനിലെ 23 കൗൺസിലുകളിലേക്കും 6 മേയർമാരെയും കണ്ടെത്താനുമുള്ള ലോക്കൽ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ NHS പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് ഹെൽത്ത് സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ ടോറി നേതാവ് കെമി ബാരനോക്കിനെയും റിഫോം യുകെയുടെ നിഗൽ ഫറാഗിനെയും കടന്നാക്രമിക്കുകയാണ് സ്ട്രീറ്റിംഗ്. NHS വിഷയത്തിൽ റിഫോം യുകെ പരസ്പര വിരുദ്ധമായ നിലപാടാണ് പങ്കുവയ്ക്കുന്നതെന്ന് നിഗൽ ഫറാഗിനെ കുറ്റപ്പെടുത്തി ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു. കൺസർവേറ്റീവുകൾ ഹെൽത്ത് സർവീസ് നടത്തിപ്പിന്റെ പേരിൽ കെമി ബാഡ്നോക്ക് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്കൽ തെരഞ്ഞെടുപ്പിന് പുറമെ റൺകോൺ ആൻഡ് ഹെൽസ്ബിയിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. കൺസർവേറ്റീവുകളും റിഫോമും ആരാണ് ഏറ്റവും നന്നായി വിമർശിക്കുന്നതെന്ന മത്സരത്തിലാണ്. നിഗൽ ഫറാഗ് എല്ലാം നേരിട്ട് സംസാരിക്കുന്നുവെന്ന് പറയും. പക്ഷേ NHSന്റെ കാര്യത്തിൽ 2 തട്ടിൽ സംസാരിക്കും. കെമി ബാഡ്നോക്ക് NHS മോഡൽ സംവാദനം ആവശ്യപ്പെടുന്നു. ഒരു മാപ്പ് പറഞ്ഞ ശേഷം സംവാദം തുടങ്ങാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയിൽ നിന്നും കുറഞ്ഞ വെയിറ്റിംഗ് സമയത്ത് നിന്നും നേർ വിപരീതത്തിലേക്കാണ് അവർ നയിച്ചത്, സ്ട്രീറ്റിംഗ് അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് രോഗികളെ ഇപ്പോൾ NHS വേഗത്തിൽ കാണുന്നുവെന്ന കണക്കുകളാണ് സ്ട്രീറ്റിംഗ് ആയുധമാക്കുന്നത്. 2024 ജൂലൈ മുതൽ 2025 ഫെബ്രുവരി വരെ 18,000 പരിശോധനകൾ നൽകാൻ ലോക്കൽ സെന്ററുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 50% കൂടുതലാണ് എന്നും അഭിപ്രായങ്ങൾ വരുന്നു. UK മലയാളി സമൂഹത്തിന് നൊമ്പരമായി കോട്ടയം സ്വദേശിനിയായ യുവതിയുടെ വേർപാട്. ലണ്ടനിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നിത്യ മേരി വർഗീസാണ് മരണമടഞ്ഞത്. ശനിയാഴ്ച പുലർച്ചെ ആശുപത്രിയിൽ വച്ചായിരുന്നു മരണം. കോട്ടയം വാകത്താനം ചുങ്കപ്പുരക്കൽ ഗ്രിഗറി ജോണിന്റെ ഭാര്യയാണ്. ഏറെനാൾ പിതാവിനൊപ്പം പാരഡൈസ് സ്റ്റുഡിയോ നടത്തിയിട്ടുള്ളതിനാൽ കോട്ടയം സ്വദേശികൾക്ക് ഗ്രിഗറിയും ഭാര്യയും സുപരിചിതരാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് നിത്യ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത്. ഹൈദരാബാദിലാണ് നിത്യയുടെ കുടുംബം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ കണ്ടു മടങ്ങി നിത്യയ്ക്ക് ഹൈദരാബാദിൽ വെച്ച് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് UKയിലെത്തിയതിന് പിന്നാലെ സ്ഥിതി ഗുരുതരമാവുകയും ആരോഗ്യനില വഷളാവുകയുമായിരുന്നു. ലണ്ടനിൽ നിത്യയും ഭർത്താവ് ഗ്രിഗറിയും താമസിക്കുന്ന സ്ഥലത്ത് ഇരുവരും സാമൂഹിക സാംസ്കാരിക പരിപാടിയിൽ സജീവമാണ്. പെട്ടെന്നുള്ള നിത്യയുടെ വിയോഗത്തിൽ ഞെട്ടലാണ് പ്രിയപ്പെട്ടവർ രേഖപ്പെടുത്തിയത്. പൊതുദർശനത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ തീരുമാനങ്ങളിലാകുന്നു. ജീവിതത്തിലും മരണത്തിലും ലാളിത്യം കാത്തുസൂക്ഷിച്ച ആളായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. തന്റെ മരണാനന്തര കർമ്മങ്ങളും ലളിതമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. സെന്റ് മേരി മാഗ്യൂർ ചർച്ചിലെ പോപ്പിന്റെ കല്ലറ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ഇത് വ്യക്തമാകും. ശനിയാഴ്ച അന്ത്യവിശ്രമം നൽകിയ പോപ്പിന്റെ കല്ലറയുടെ ആദ്യ ചിത്രങ്ങൾ ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയതോടെ കർദിനാൾമാരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഒഴുകുന്നത്. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ചർച്ചിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച വിടവാങ്ങിയ 88-കാരനായ പോപ്പ് ഫ്രാൻസിസിനെ സ്വകാര്യമായ ചടങ്ങിലാണ് സെന്റ് മേരി ബസിലിക്കയിൽ അടക്കം ചെയ്തത്. പൊതുദർശനത്തിൽ ലോക നേതാക്കൾ ഉൾപ്പെടെ 2,50,000 പേരാണ് പങ്കെടുത്തത്. കർദിനാളായും പോപ്പായും ഇരിക്കുമ്പോൾ അദ്ദേഹം പതിവായി സന്ദർശിച്ചിരുന്ന പള്ളിയിലാണ് ഫ്രാൻസിസ് എന്ന് മാത്രം ആലേഖനം ചെയ്തിട്ടുള്ള കല്ലറ സ്ഥിതി ചെയ്യുന്നത്. ഒരു വെളുത്ത റോസാപ്പൂവാണ് ആകെയുള്ള അലങ്കാരം. ഇതിനു മുകളിലായി ഒരു കുരിശ് സ്പോട്ട്ലൈറ്റ് നൽകി സ്ഥാപിച്ചിട്ടുമുണ്ട്. പോപ്പ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം പോലെ തന്നെ ലളിതമായിരുന്നു അദ്ദേഹം 12 വർഷക്കാലം ജീവിച്ച വസതിയെന്നും ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. പോപ്പായ ശേഷം അപ്പോസ്തലിക് പാലസിലേക്ക് താമസം മാറാൻ വിസമ്മതിച്ച പോപ്പ് ഫ്രാൻസിസ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് സമീപമുള്ള കാസ സാന്റാ മാർത്തയിലെ ലളിതമായ കിടപ്പറയിലാണ് കഴിഞ്ഞിരുന്നത്. ലീഡ്സിൽ 2 സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവം തീവ്രവാദ വിരുദ്ധ പോലീസ് അന്വേഷിക്കും. പരിക്കേറ്റ 2 സ്ത്രീകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുമുണ്ട്. സംഭവത്തിൽ 38-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കുകളെ തുടർന്ന് ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായി നോർത്ത് ഈസ്റ്റ് തീവ്രവാദ വിരുദ്ധ പോലീസ് അറിയിച്ചു. നടന്നത് ഗൗരവമേറിയ സംഭവമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി യുവൈറ്റ് കൂപ്പർ പറഞ്ഞു. അക്രമം നടന്ന ഉടൻ വേഗത്തിൽ ഇടപെട്ട പോലീസിനും അത്യാഹിത വിഭാഗത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു. സംഭവത്തിൽ മറ്റാരുടെയും പങ്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ്. കുടിയേറ്റത്തിനെതിരെ ജനവികാരം വ്യാപകമാവുകയാണ് യൂറോപ്പിൽ. ഏറ്റവും അവസാനമായി കുടിയേറ്റ വിരുദ്ധ പ്രതികരണം ദൃശ്യമായത് അയർലൻഡിൽ. തലസ്ഥാനമായ ഡബ്ലിനിലെ സിറ്റി സെന്ററിൽ ശനിയാഴ്ച നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രകടനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഐറിഷ് അയോധന കലാതാരമായ കോണർ മാക്ഗ്രിഗർ പ്രതിഷേധത്തിന് പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. കനത്ത സുരക്ഷയായിരുന്നു ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഐറിഷ് തലസ്ഥാനത്ത് ഒരുക്കിയിരുന്നത്. നഗരത്തിൽ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്ഷ്യക്കിറ്റ് പദ്ധതിയുമായി LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മാസം തോറും ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി വീട്ടിലെത്തിക്കാനാണ് പദ്ധതി. സംസ്ഥാന സർക്കാർ പരീക്ഷിച്ച വോട്ട് തട്ടാനുള്ള കിറ്റ് തന്ത്രം ഇടതുമുന്നണി നിലമ്പൂരിലും ആവർത്തിക്കുകയാണ് എന്ന് UDF ആരോപിച്ചു. 60 പേരിട്ട് ഓരോരുത്തരെയായി കണ്ടെത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഭക്ഷ്യക്കിറ്റ് വീട്ടിലെത്തിക്കുക. അർഹരായവരെ കണ്ടെത്താൻ ആശാവർക്കർമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കണക്ക് കാട്ടിയാലുടൻ ചിലവ് കണക്കാക്കി നഗരസഭ ഫണ്ട് അനുവദിക്കും. 1-ാം ക്ലാസ്സിൽ പുതുതായി ചേരുന്ന കുട്ടികൾക്കുള്ള കിറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിലെത്തിക്കും. ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുമ്പോഴുള്ള LDF നഗരസഭയുടെ ഈ കിറ്റ് പ്രഖ്യാപനത്തിൽ UDF അപകടം മുന്നിൽ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ UDF LDF തർക്കത്തിലേക്ക് കിറ്റും കൂടി വിഷയമാവുമെന്നത് ഇതോടെ ഉറപ്പാകുന്നു.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ കാസർഗോഡ് നഗരത്തിലൂടെ പോകുമ്പോൾ നഗരം പൂർണ്ണമായും ബൈപ്പാസ് ചെയ്യപ്പെടുമെന്ന് ആശങ്ക. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ ദേശീയപാതയിലേക്ക് എൻട്രിയും എക്സിറ്റും സാധ്യമാവുകയുള്ളൂ. അത് നഗരത്തിൽ കൂടുതൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുമെന്ന് ആശങ്ക. കൂടാതെ നഗരത്തിൽ വ്യാപാര മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമായി. ഇപ്പോഴുള്ള എക്സിറ്റും എൻട്രിയും ചിലത് താൽക്കാലികമാണെന്ന് പ്രചാരണമുണ്ട്. ടൂറിസം കേന്ദ്രമായ ബേക്കലിലേക്ക് പോലും പോകുന്നതിന് ശരിയായ ഇടമില്ലെന്ന വാദവും ശക്തമാണ്. ജില്ലയിൽ ഏറ്റവും അധികം വാഹന ഗതാഗതമുള്ള സംസ്ഥാന പാതയും അവഗണിക്കപ്പെടുന്നുവെന്ന നിലയിലാണ് ഇപ്പോൾ പ്രചാരണം വന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന നഗരത്തിലെ ജനങ്ങൾക്ക് മാനസികവും സാമ്പത്തികവും സമയപരവുമായ പ്രശ്നങ്ങളാണ് ഇതുണ്ടാക്കുന്നതെന്നും വിവിധ സംഘടനാ നേതാക്കൾ പ്രതികരിക്കുന്നു. ദക്ഷിണ റെയിൽവേയുമായുള്ള അവസാനവട്ട ചർച്ചകളും അലസിയതോടെ സ്വപ്ന പദ്ധതിയായി പ്രഖ്യാപിച്ച സിൽവർ ലൈൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനൊരുങ്ങി സർക്കാർ. പദ്ധതി നടത്തിപ്പിനായി രൂപവത്കരിച്ച കേരയിൽ മറ്റ് റെയിൽവേ പദ്ധതികളിലേക്ക് ചുവടുമാറിയിട്ട് മാസങ്ങളായി. കൊച്ചിയിലെ നിക്ഷേപക ഉച്ചകോടിയിൽ സിൽവർ ലൈനിന് അനുകൂല പരാമർശങ്ങൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നുണ്ടായെങ്കിലും അതിന്റെ ചുവട് പിടിച്ച് കേന്ദ്രത്തെ സമീപിക്കാനും അനുമതി നീക്കത്തിനും സർക്കാർ തയ്യാറായിട്ടുമില്ല. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതും പദ്ധതിയുടെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളുമെല്ലാം മുൻനിർത്തിയാണ് സർക്കാരിന്റെ പിൻവാങ്ങൽ. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ പിൻവലിക്കുമോ എന്നാണ് ഇനിയുള്ള പ്രധാന വിഷയം. പാകിസ്ഥാനിലെ ഭർതൃഗൃഹത്തിലേക്ക് പോയ യുവതിയെ വാഗ അതിർത്തിയിൽ പാക് സൈന്യം തടഞ്ഞു. അവരുടെ മക്കൾക്ക് പ്രവേശനം അനുവദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മീററ്റ് നിവാസിയായ സനയും മക്കളും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിച്ചത്. സനയ്ക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണുള്ളത്. മക്കൾ പാകിസ്ഥാൻ പൗരന്മാരും. 3ഉം 1ഉം വയസ്സുള്ള മക്കളാണ് സനയ്ക്കുള്ളത്. കറാച്ചിയിൽ ഡോക്ടറായ ബിലാലിനെ 2020 സന വിവാഹം ചെയ്തത്. മാതാപിതാക്കളെ കാണാനാണ് അവർ ഇന്ത്യയിലെത്തിയത്. ഹ്രസ്വകാല വിസയാണ് അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാജ്യം വിടാനുള്ള അറിയിപ്പും എത്തിയിരുന്നു. തുടർന്നായിരുന്നു യാത്ര. മീററ്റിലേക്ക് മടങ്ങാനാണ് പാക് സൈന്യം നിർദ്ദേശിച്ചത്. പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള കുട്ടികൾക്ക് യാത്രാനുമതിയും നൽകി. തുടർന്ന് അവർ കണ്ണീരോടെ അഭ്യർത്ഥിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. എന്റെ കുട്ടികൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ കഴിയില്ല, എനിക്ക് പാകിസ്ഥാനിൽ പോകാനും കഴിയില്ല, അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്റെ ഭർത്താവും ഞങ്ങളെ സ്വീകരിക്കാൻ അതിർത്തിയിൽ എത്തിയിരുന്നു. ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പാക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 1 വയസ്സുള്ള മകളെക്കുറിച്ചും പറഞ്ഞു. പുതിയ സർക്കാർ ഉത്തരവുകൾക്കായി കാത്തിരിക്കാനാണ് അവർ നിർദ്ദേശിച്ചത്. വിവാഹത്തിനു ശേഷം ഇന്ത്യയിലേക്കുള്ള എന്റെ 2ാമത്തെ യാത്രയാണിത് എന്നും സന കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടി ആരാധകരുടെ ആവേശം കൊടുമുടിയോളം ഉയർത്തിയ മത്സരത്തിൽ ടോട്ടനത്തെ 5-1 സ്കോറിൽ തകർത്താണ് ലിവർപൂൾ ആധികാരിക വിജയം ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ വിജയത്തോടെ ഇംഗ്ലീഷ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഏറ്റവും അധികം കിരീടമെന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ ലിവർപൂളിന് കഴിഞ്ഞു. 2020 ലിവർപൂൾ അവസാനമായി പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായി മാറിയത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ആരാധകരില്ലാത്ത ആൻഫീൽഡിലായിരുന്നു അന്ന് ലിവർപൂളിന്റെ കിരീടധാരണം. ഇത്തവണ സ്വന്തം ടീം കിരീടമുയർത്തുന്നത് കാണാൻ മൈതാനത്തിന് അകത്തും പുറത്തുമായി ആയിരങ്ങൾ അണിനിരന്നു. ഡൊമിനിക് സൊലാങ്കയുടെ 12ാം മിനിറ്റ് ഗോളിൽ ടോട്ടനം ലീഡ് നേടിയെങ്കിലും ലൂയിസ് ഡയസ്, അലക്സിസ് മെക്കാലിസ്റ്റർ, കോഡി ഗാക്പോ, മുഹമ്മദ് സലാ എന്നിവരുടെ ഗോളുകളിൽ ലിവർപൂൾ തിരിച്ചടിച്ചു. ടോട്ടനത്തിന്റെ ഡസ്നി ഉദോഗി സെൽഫ് ഗോളും വഴങ്ങി. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.42 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.